നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु यीशु मसीह की मीठे और पवित्र नाम आज महिमा होने पाए. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ മീറ്റിംഗിൽ കൂടി കർത്താവിന്റെ വചനം കേൾക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ये जूम मीडिया के द्वारा वचन सुनने वाला हर एक लोगों को प्रभु यीशु मसीह का पवित्र नाम का वंदन देता हूं मैं. ഈ മീറ്റിംഗിലേക്ക് കടന്നു വരുവാനായി സാഹചര്യം ഒരുക്കി തന്ന കർത്താവിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ये मीटिंग में आने के लिए प्रभु ने मुझे अवसर बनाया. प्रभु परमेश्वर को मैं धन्यवाद करता हूं. അതേപോലെ കർത്താവിന്റെ ദാസൻ ജോസ് പാസും കുടുംബത്തിനും സഭയ്ക്കും എന്റെ നന്ദി അറിയിക്കുന്നു. प्रभु की कलीसिया को भी प्रभु के दासों को भी मैं धन्यवाद करता हूं. കഴിഞ്ഞ ഒരു ദിവസം നിങ്ങളോടൊപ്പം തന്നെ ഈ മീറ്റിംഗിൽ കൂടുവാനായി സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. വീണ്ടും ഈ ഒരു ദിവസം കൂടെ കടന്നു വന്നതിനായി ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. पिछले दिनों में भी मुझे आपके साथ वचन बांटने का प्रभु ने अवसर दिया. एक बार और प्रभु का वचन का साथ आपके साथ खड़ा होने के लिए प्रभु ने मुझे अवसर दिया. मैं परमेश्वर को धन्यवाद करता हूं. ഈ രാത്രിയിലും എനിക്ക് വളരെ ഏറെ സന്തോഷമുണ്ട്. കാരണം അനേകം പേർക്ക് ഇങ്ങനെയുള്ളതായ ഒരു കൂട്ടായ്മ ലഭിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ കൂട്ടായ്മ സർവശക്തനായ ദൈവം ഒരുക്കി തന്നതിന് കർത്താവിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. बहुत लोग वचन सुनने में वो लोगों को नहीं मिल रहा है, लेकिन हमको लगातार वचन सुनने के लिए प्रभु अवसर दे रहा है. मैं परमेश्वर को धन्यवाद करता हूं. ഈ ദിവസങ്ങളിൽ COVID-19 ആണെങ്കിലും ലോക്ക്ഡൌൺ ഉണ്ടെങ്കിലും നമ്മളെല്ലാം നമ്മുടേതായ ഓരോ നിലപാടിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയും പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കുന്നു. लॉकडाउन है, बीमारियां, कोरोना वायरस है, सब कुछ है, लेकिन प्रभु की चरणों में हम लोगों को अलग अलग जगह में बैठकर आराधना करने के लिए सर्वशक्तिमान अवसर दे रहा है. मैं प्रभु को धन्यवाद करता हूं. നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സർവശക്തനായ ദൈവം മറുപടി തരും. निश्चय हमारी प्रार्थना को प्रभु उत्तर देगा. ഇന്ന് ഞാൻ ഒരുപാട് സമയം മറ്റു കാര്യങ്ങൾ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വേഗത്തിൽ തന്നെ ഒരു വചനം വായിച്ച് കർത്താവ് ഏൽപ്പിച്ച ആ ദൂത് അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. मैं ज्यादा बातों को विस्तार से नहीं बोलना चाहता. जो परमेश्वर ने मुझे दिया हुआ परमेश्वर का वाणी मैं आपके सामने बांटना चाहता हूं. ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യമാണ്. एफेसियों का पत्री 3 अध्याय उसका 20वां वचन इसके लिए मैं आज आपके बीच में पढ़ना चाहता हूं. അവിടെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാ: എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. अब जो ऐसा सामर्थ्य है कि हमारे बिंदी और समझ से कहीं अधिक काम कर सकता है, उस सामर्थ्य के अनुसार जो हमें कार्य करता है कलीसिया में और मसीह यीशु में, उसकी महिमा पीढ़ी से पीढ़ी तक युगान युग होती रहे. आमीन. എനിക്ക് ഈ വചനം വായിച്ച് എനിക്ക് നല്ല ഒരു സന്തോഷമുണ്ട്. ये वचन मुझे जब पढ़ते हैं बहुत आनंद आता है. കാരണം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ദൈവം हमारी बिंदी और समझ से कहीं अधिक काम कर सकता है, उसी जैसा वहां लिखा है. ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തോട് ഒരു വിഷയത്തെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടേതായ ഒരാവശ്യത്തെ ദൈവത്തോട് പറയുമ്പോൾ നിശ്ചയമായി നമുക്ക് വേണ്ടുന്നത് എത്രത്തോളം എന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്നത്. हम लोग जब परमेश्वर के सामने जब विनती करते हैं, मांग करते हैं, हम जितने मांगते हैं उसे अधिक देने के लिए हमारा प्रभु काफी है और हमारी क्या जरूरत है वो भी वो जानता है. ഉദാഹരണത്തിന് നാം ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രദ്ധിക്കണം, സാമ്പത്തികപരമായി ഉള്ള ഒരു വിഷയത്തെ എടുക്കാം. ഞാൻ പറയുന്ന ഉദാഹരണമാണ്, ദൈവസന്നിധിയിൽ നാം 1 ലക്ഷം രൂപ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്ക് മറ്റ് ആവശ്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ അതിനപ്പുറമായിരുന്നു. പക്ഷെ ദൈവത്തോട് നാം ചോദിച്ചത് 1 ലക്ഷവും
നമ്മുടെ ഉള്ളിലെ ചിന്ത അതിനപ്പുറവുമാണ്. അങ്ങനെയെങ്കിൽ നിശ്ചയമായും ഇതിൽ പറയുന്നത് നാം ചോദിക്കുന്ന ചോദ്യമൊന്ന്, നമ്മുടെ ഉള്ളിൽ നനയ്ക്കുന്ന നനവൊന്ന്. ഇത് രണ്ടിനെയും തിരിച്ചറിയുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം. हालेलुया। हम लोगों को कभी कोई पैसा की जरूरत पड़ता है, मान ले कि 10,000 रुपया की जरूरत पड़ता है, हालेलुया, बहुत अर्जेंट है, लेकिन आपका दिल में 10,000 नहीं, उससे भी अधिक पैसा की जरूरत है। आप मांग करते हैं प्रभु के सामने सिर्फ 10,000 का। जो पैसा आप मांग करते हैं उससे अधिक जो आपने मन में जो सोचा है आपको कितनी जरूरत है, उतनी का हालेलुया दया करने वाला है हमारा प्रभु। അപ്പൊ ശ്രദ്ധിക്കണം, നമ്മുടെ ചോദ്യവും നമ്മുടെ ഉള്ളിലുള്ളതായ നാം നനയ്ക്കുന്ന ആ ചിന്തയും ദൈവം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. हम जितने मांग करते हैं, अब विनती करते, जितने हम समझते हैं उससे अधिक कहीं वो हमारे लिए कर सकता है। 1 ശമൂവേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായവും 2-ാമത്തെ അധ്യായവും പഠിക്കുമ്പോൾ पहला शमूएल पहला और दूसरी अध्याय जब हम पढ़ते हैं, അവിടെ ഹന്നായുടെ പ്രാർത്ഥനയിൽ ഹന്ന ചോദിക്കുന്നത്, ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഹന്ന പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവ ഹന്നയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. हम देख सकते हैं हन्ना परमेश्वर के सामने बहुत पीड़ित होकर, बहुत दुखित होकर अपने मुझे एक बालक दीजिए प्रभु जी करके रोते हैं। പക്ഷെ അവളുടെ ഹൃദയത്തിൽ അവൾ ദൈവത്തോടൊരു തീരുമാനമെടുത്തു, ദൈവം നീ എനിക്ക് ഒരു പുരുഷ സന്താനത്തെ തന്നു കഴിഞ്ഞാൽ ഞാൻ ആ സന്താനത്തെ നിന്റെ ആലയത്തിൽ നിനക്ക് വേണ്ടി ഏൽപ്പിക്കുമെന്ന് ഹന്ന പറയുവാനിടയായി. जब उसने एक दृढ़ निश्चय परमेश्वर के चरणों में किया, अगर मुझे एक पुरुष संतान अगर प्रभु जी तुम अगर मुझे देगा तो मैं निश्चय वो संतान को तुम्हारी सेवकाई के लिए तुम्हारी मंदिर में उसको समर्पण करूंगा करके वो हालेलुया वहां प्रभु के सामने मांग करते हैं। ദൈവത്തിന്റെ സന്നിധിയിൽ ഹന്ന എടുത്തതായ തീരുമാനം ഹന്ന പാലിക്കേണ്ട. കാരണം ഹന്നായുടെ പ്രാർത്ഥനയെ ദൈവം കേട്ട് ഒരു ആൺപൈതലിനെ ഹന്നയ്ക്ക് കൊടുക്കുവാനിടയായി. हम देख सकता है उनकी मन्नत क्या था, एक पुरुष संतान दे दो प्रभु जी, मैं उसको आपकी मंदिर की सेवा के लिए उसको समर्पण कर दूंगा। प्रभु उसी के जैसा उनको एक पुरुष संतान दे दिया। തനിക്ക് ലഭിച്ചതായ ആ ആൺപൈതലിനെ താൻ ആലയത്തിലേക്ക് സമർപ്പിക്കുവാനിടയായി. अपन को मिला हुआ जो पुरुष संतान को हन्ना प्रभु की चरणों में अर्पण कर दिया। 2-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, വീണ്ടും ഹന്നയ്ക്ക് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും ദൈവം കൊടുക്കുവാനിടയായി. आगे का अध्याय जब हम पढ़ते हैं, हन्ना को प्रभु जी आगे 3 बेटा और 2 बेटियां दिया करके लिखा हुआ है। അപ്പോൾ നാം വായിച്ച കുറിവാക്യം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവം. हम लोग जो वचन पढ़ा है, हमने जो विनती करते हैं, जो समझते हैं, उससे अधिक काम हमारे लिए करने वाला पिता, यही वचन हमने पढ़ा है। ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാമെന്ന് നാം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സന്നിധിയിൽ ആ കറക്റ്റ് ടൈമിൽ കൊടുക്കുവാനിടയായി തീരണം. अगर आपने कभी भी कुछ भी प्रभु के चरणों में देंगे या करेंगे करके अगर आपने कभी मन्नत मांगा हो, अगर कभी आपने अपने मुंह से बोला हुआ हो या आपने कभी निश्चय किया हुआ, मैं आपसे विनती करता हूं सही समय पर बिना देरी से वो काम करो, देखना प्रभु आगे आपके लिए क्या करता है। ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ നാം തീരുമാനിച്ച ഒരു വസ്തു പിന്നെ അത് നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. അങ്ങനെയെങ്കിൽ നിശ്ചയമായും അത് ദൈവത്തിന് തന്നെ കൊടുക്കുക വേണം. अगर जब आप अपने मुंह से परमेश्वर के लिए कोई चीज को अर्पण करेंगे करके आपने हृदय के अंदर निश्चय किया है तो उस समय से वो चीज परमेश्वर का है, फिर आपका उसके ऊपर कोई अधिकार नहीं है। പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രവർത്തിക്കാത്തത് ദൈവസന്നിധിയിൽ എടുത്ത പല തീരുമാനങ്ങളും നാം പാലിക്കാത്തത് കൊണ്ടാണ്. बहुते बार जब हमारा जीवन में हमारी प्रार्थना को प्रभु इसलिए अनसुनी करते हैं, हम लोग प्रभु के सामने जो जिस फैसला किया है वो फैसले को पूरा नहीं करते हैं, इसी वजह से प्रभु आपकी प्रार्थना का उत्तर नहीं देता।
ഹന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാണുന്നില്ല. ഹന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഒരു തലമുറയെ ദൈവത്തിന് സമർപ്പിക്കുവാനിടയായി. हन्ना एक बच्चे के लिए प्रभु की चरणों में प्रार्थना किया. वो बच्चे को हन्ना कुछ भी नहीं सोचा, परमेश्वर की चरणों में लाकर समर्पण किया. അവൾ നിശ്ചയമായും പ്രാർത്ഥിച്ച് ലഭിച്ച ആ കുഞ്ഞിനെ ആലയത്തിലേക്ക് കൊടുത്തപ്പോൾ വീണ്ടും അവളുടെ ഹൃദയത്തിൽ അടുത്ത തലമുറകൾക്ക് വേണ്ടി ഉണ്ടായ ആഗ്രഹത്തെ ദൈവം തിരിച്ചറിഞ്ഞു. जब वो पहला बच्चा जो मिला, उन्होंने जैसे मन्नत मांगा, जैसे अपने दिल में उन्होंने फैसला किया, उसी जैसा बच्चे को प्रभु की आलय में जाकर समर्पण किया. आप प्रभु उनके अंदर जो मनोरथ बनाए थे, मन के अंदर जो भावना बनाए थे, उसको प्रभु समझकर उनकी कामों को प्रभु पूरी किया. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരുപക്ഷെ നിങ്ങളുടേതായ വിഷയങ്ങളെല്ലാം നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയില്ല. നിങ്ങൾ പല വിഷയങ്ങൾ പറയുന്നെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന വിഷയത്തെ തിരിച്ചറിയുന്ന ഒരു ദൈവമായ നമുക്കുള്ള ഇടപാട്. आप आज रात को मुझसे सुनने वालों, मैं आपको ये बताना चाहता हूं, बहुत बातें हैं जो आप दूसरे को नहीं बता पाते. आपका इच्छा क्या है? आपको बेटी की इच्छा क्या है? बेटी के बारे में आपका इच्छा क्या है? आपका बेटे के बारे में इच्छा क्या है? आपका जीवन का भविष्य के बारे में इच्छा, ये आप बहुत बातें दूसरे को नहीं बताता है, लेकिन वो बात को समझकर काम करने वाला पिता है हमारा परम पिता. ഹന്നയെ കുറിച്ച് പഠിക്കുമ്പോൾ ഹന്നയ്ക്ക് പുറത്തു നിന്നും അകത്തു നിന്നും നിന്നകളുണ്ട്. हालेलुया. हम देख सकता है जब अन्ना के बारे में जब हम पढ़ते हैं, शमूएल का किताब पहला अध्याय जब पढ़ते हैं, हम देख सकता है अन्ना को उनका घर में अंदर से भी, उनके घर के अंदर से भी और निंदा मिलता है, और बाहर से, बाहर का लोग उनकी जहां रहता है उस समाज से भी उनको निंदा किया हुआ, क्योंकि ये बच्चे नहीं थे. लोग उनकी निंदा उनकी मजाक टट्टे करते थे, मजाक उड़ाते थे. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിലെ, നിന്റെ ഹൃദയത്തിലെ വേദനകളെ മറ്റൊരു വ്യക്തി തിരിച്ചറിയാതിരിക്കുമ്പോൾ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ മറ്റൊരു വ്യക്തി തിരിച്ചറിയാതിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ ഈ വചനത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, സർവശക്തനായ ദൈവം നിന്റെ ആവശ്യങ്ങളെ തിരിച്ചറിയുന്ന ദൈവം. आपकी वेदनाओं को, आपकी जरूरतों को, आपकी दिल की हालेलुया मांगों को दूसरा हो सकता, आपका घर का लोग, आपके पास का लोग नहीं समझ सकता, लेकिन आपकी सर्वशक्तिमान परमेश्वर आपकी एक एक आह को समझता है. വചനം വായിക്കുവാനും വചനം കേൾക്കുവാനും നമുക്ക് വളരെ എളുപ്പമാണ്. हालेलुया. वचन सुनने के लिए, वचन पढ़ने के लिए अगर आप सोचेगा तो आसानी से आपको हो जाता है. പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് വചനം അനുസരിക്കാനായിട്ടാണ്. पास्टर ഒരു സെക്കൻഡ്. ഓക്കേ. അത് തൊട്ടോ നിങ്ങൾ. അപ്പറ. പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് വചനം അനുസരിക്കാനായിട്ടാണ്. हालेलुया. बहुत बार हम मुश्किल परिस्थिति में इसलिए पढ़ते हैं, और वचन का पालन नहीं करता है, इसलिए हम जीवन की संघर्ष का सामना करना पड़ता है. നാം വായിച്ചു കേൾക്കപ്പെട്ട 3:20 വാക്യത്തിൽ വായിച്ചത് എങ്ങനെയാ? നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവം. हमने आज वचन ये पढ़ा है, आप जो मांग करता है, आप जो विनती करता है, और आप जो समझते हैं, उससे कहीं अधिक काम आपके लिए करने वाला प्रभु है. അപ്പോ ഇത് വായിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഇത് ലഭിക്കണമെന്നില്ല. ये सिर्फ पढ़ने से आपका जीवन की मांग पूरा मिलना कोई जरूरी नहीं है. അപ്പോസ്തലനായ പൗലോസ് ആ അധ്യായത്തിൽ തന്നെ 16 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, प्रेरित पौलुस उसी पत्री में 3 अध्याय 16 वचन में इस तरीके से कहता है, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. वो ये लिखा है, वह अपनी महिमा के धन के अनुसार तुम्हें यह दान दे कि तुम उसके आत्मा से
अपने भीतरी मनुष्यत्व में सामर्थ्य पाकर बलवंत होते जाओ। രണ്ട്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും प्रभु का विश्वास के द्वारा मसीह तुम्हारे हृदय में बसे कि तुम प्रेम में जगड़ पकड़कर और नेव डालकर നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. तुम प्रेम में जड़ पकड़कर नेव डालना है। എന്നിട്ട് അവിടെ വീണ്ടും പറയുന്നു, വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരുടെ കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാവുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം. सब पवित्र लोगों के सब भली बाती समझने की शक्ति पाओ कि उसकी चौड़ाई और लंबाई और ऊंचाई और गहराई कितनी है, और मसीह के उस प्रेम को जान सको जो ज्ञान से परे है, कि तुम परमेश्वर की सारी भरपूरी तक परिपूर्ण हो जाओ। അപ്പോൾ നാം ചോദിക്കുന്നതും നനയ്ക്കുന്നതിനും അത്യന്തപരമായി നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ 16 മുതൽ 19 വരെ വായിച്ചതായ ആ വചനത്തെ നമ്മൾ അനുസരിക്കണം. हमारी बिंदी और समझ से कहीं अधिक काम कार्य आपके जीवन में अगर होना है तो 16 से लेकर 19 तक का वचन के अंदर प्रिय प्रेरित ने जैसे लिखा है उस वचन को आपको पालन करना है। ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരാകണം. तुम वहां लिखा है तुम प्रेम में जड़ पकड़कर तुम नींव लगाना है। നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരണം. तुम परमेश्वर की हर एक बातों में तुम भर जाना है। പരസ്പരം നമ്മൾ നല്ല സ്നേഹമുള്ളവരായിരിക്കണം. उसका मतलब है आप आपस में बहुत प्रेम करने वाले लोग होना चाहिए। കർത്താവ് പഠിപ്പിച്ചതായ വചനത്തിന് അനുസരിച്ച് നാം മുന്നോട്ട് പോകണം. परमेश्वर जो हमको वचन के द्वारा जो शिक्षा देता है उसी वचन के अनुसार हमको आगे बढ़ना है। അപ്പോൾ പലപ്പോഴും പലർക്കും തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല, പലപ്പോഴും പലർക്കും ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ പോകുവാൻ കഴിയുന്നില്ല. हम देख सकता है कलीसिया में लोग आते हैं लेकिन प्रभु यीशु मसीह की जो प्रेम है उस प्रेम में हम नहीं चल पाता है, और हालेलुया उस प्रेम को दूसरे को आप दिखा नहीं पाता है। ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കുന്ന തിരുവചനം ദൈവത്താൽ വിളിച്ചു ആദരിക്കപ്പെട്ട ദൈവജനം എങ്ങനെ അനുഗ്രഹിക്കപ്പെടാമെന്ന് വേണ്ടിയാണ്. आज जो रात को मैं वचन जो बांट रहा हूं, परमेश्वर की कलीसिया का लोग प्रभु यीशु मसीह के लहू का द्वारा उद्धार पाया हुआ लोग अपने जीवन को किस तरीके से हालेलुया उसका नींव लगाना है, अपना जीवन को बिताना है, उसी के बारे में है। പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നത് ദൈവത്തിന്റെ തിരുവചനത്തെ അനുസരിക്കുമ്പോഴാണ്. हालेलुया हम बहुत बार हालेलुया परमेश्वर के चरणों में जो भी प्रार्थना का उत्तर मिलता है तब मिलता है जब हम उसकी वचन का पूर्तीकरण करते हैं, तभी मिलता है। വിശുദ്ധ ബൈബിളുള്ളതായ തിരുവചനത്തെ നാം അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. परमेश्वर की वचन के अंदर का जितनी भी वाणियां हैं, जितने भी प्रभु की शब्दें हैं, उसको आपको पालन करना बहुत जरूरी है। വീണ്ടും അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാ, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം. एफेसियों का पत्री 4 अध्याय 1 वचन में लिखा है, मैं जो प्रभु में बंधुए हूं तुमसे विनती करता हूं कि जिस बुलाहट से तुम बुलाए गए थे उसी की योग्य चाल चलो। ക്രിസ്തുവിൽ കൂടെ വിളിച്ചു വാദിരിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യൻ ഇപ്രകാരമായിരിക്കണം പോകേണ്ടത്. यहां बोल रहा है कि प्रभु यीशु मसीह के द्वारा बुलाया वो व्यक्ति इस तरीके से होना जरूरी है। ഒരു പുതിയ മനുഷ്യന്റെ പ്രത്യേകത താൻ വിട്ടുകളഞ്ഞതിനെ തിരിച്ചെടുക്കുവാൻ പാടില്ല. एक प्रभु में जो व्यक्ति नया आया है, प्रभु को उद्धारकर्ता के रूप पर स्वीकार करके बपतिस्मा लेकर कलीसिया में जो नया आया है, वचन के अंदर लिखा है जो प्रभु में है नए सृष्टि, पुराना खत्म हो गया। मतलब जो आप छोड़े हुए गलत स्वभावों को दोबारा अपना जीवन में एक एक करके आप लाना नहीं,
ഒരുപക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപുള്ളതായ ആരാധനകൾ അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ ജീവിതങ്ങൾ പിന്നീട് എടുക്കുവാനായി ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല. हालेलुया। पुराना नियम में आपका जब उद्धार पाने से पहले जो बातें आप स्वभाव है आपके जीवन दे, उस स्वभाव को दोबारा आपका जीवन में लाना नहीं। ഇവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നാം നടക്കണം. यहाँ बोला हुआ है जिस तरीके से तुमको बुलाया गया है उस तरीके से तुम चाल चालन चलो। ദൈവത്താൽ വിളിച്ച് അവതരിക്കപ്പെട്ട ഒരു ദൈവവേദലിന് വിനയമുണ്ടാകണം, സൗമ്യതയും വേണം, ദീർഘക്ഷമയും വേണം. परमेश्वर के द्वारा बुलाया हुआ व्यक्ति को हालेलुया उनको क्षमा चाहिए, हालेलुया, और दीर्घ क्षमा चाहिए और नम्रता चाहिए। ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പരസ്പരം ക്ഷമിക്കപ്പെടുന്നവരായി തീരണം. यीशु मसीह की प्रेम में एक दूसरे को क्षमा देने वाला होना चाहिए। അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. ये प्रभु हमसे चाहता है। അപ്പൊ പലപ്പോഴും നാം ഈ വായിച്ച കുറുവാക്യം വായിച്ചിട്ട് നാം ഇങ്ങനെ പറയും, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമുക്ക് തരുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. आप हमेशा ये वचन को पढ़कर बोलते हैं, प्रभु जी आपका वचन के अंदर लिखा है मेरी मांगने से ज्यादा मेरी समझ से अधिक आप देंगे करके आपका वचन के अंदर दिया हुआ है करके आप बोलता है। അപ്പോൾ പൗലോസ് ആ വാക്യോടെ എഴുതിയപ്പോൾ നാം അത് വായിച്ച് ബലപ്പെടുന്നത് നല്ലതാ, പക്ഷെ അതിന്റെ മുകളിലേക്കുള്ളതും താഴോട്ടുള്ള തിരുവചനങ്ങളും വായിച്ച് അനുസരിക്കുവാൻ ഇടയായി തീരണം. जब हम वो वचन को पढ़कर आप अपनी वायदा को प्रभु के सामने प्रार्थना कर सकता है, लेकिन उससे साथ साथ उसका 16, 17, 18, 19 और 21 और 4 अध्याय का पहला वचन ये सब आपको पढ़कर हालेलुया बलवंत पाना है। ഞാൻ നേരത്തെ ഹന്നായെ കുറിച്ച് പറയുവാനിടയായി. मैं पहले आपको हन्ना के बारे में आपको बोला। ഹന്നായുടെ ഭവനത്തിന്റെ അകത്തു നിന്നും ഹന്നായ്ക്ക് വളരെ ഏറെ പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. हन्ना को अपना घर में बहुत विरुद्ध लोग होते थे उनका घर में। അത് അവളുടെ ഭർത്താവ് മനസ്സിലാക്കിയിട്ട് അവളെ വളരെ അധികം സ്നേഹിപ്പാനിടയായി. उसका पति एल्काना ये समझते थे उनकी घर में उनको बहुत दिक्कत परेशानी है, लोग उसकी मजाक उड़ा रहा, उसकी टट्टा कर रहा बच्चा ना होने की वजह से, उसकी वजह से उनकी पति उनको बहुत प्रेम करने लगा। പക്ഷെ അവൾ മറ്റു ആരോടും പരാതി പറയാതെ വണ്ണം ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഓടുവാനിടയായി. ये अपनी कमी गड्डी अपनी लोगों की जीवन में जो लोग उनकी विरुद्ध जो बोलते उस बातों को लेकर उनका विरुद्ध नहीं बोला, ये परमेश्वर की भवन की ओर प्रभु की कदमों में भागा, वहां बैठकर प्रभु के सामने गिड़गिड़ाया कि अपनी जीवन की दुखों को उधर बोला। അവൾ ആലയത്തിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആലയത്തിന്റെ അകത്തിരുന്ന പുരോഹിതൻ പോലും അവളെ തിരിച്ചറിയുന്നില്ല. वो परमेश्वर का भवन में जाकर गिड़गिड़ाकर रोते हुए जब प्रार्थना कर रहे थे, वहां सेवा करने वाला याचक भी उसको नहीं समझ पा रहा था। പുരോഹിതൻ അവളോട് ചോദിക്കുന്നത് നീ വീഞ്ഞു കുടിച്ച് മത്തയായിരിക്കുന്നു എന്നാണ്. जब वो रोते हुए गिड़गिड़ाते हुए ऐसा आत्मा से भरपूर होकर जब प्रार्थना कर रहे थे, याचक उनसे पूछता है क्या तुम शराब पीकर एकदम बेहोश हो गया क्या, ऐसा पूछता है। കാരണം അവൾ പ്രാർത്ഥിക്കുന്നതിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കുവാനില്ല. क्योंकि जो प्रार्थना वो कर रही थी वो दूसरे को सुन नहीं पा रही थी। അവൾ തിരിച്ചു പുരോഹിതനോട് പറയുന്നത് ഇപ്രകാരമാണ്. അവൾ പറയുന്നു, യജമാനൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ ഹൃദയം തുറന്നുകൊണ്ട് അല്ലെങ്കിൽ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. उन्होंने याचक से ये बोला, बहन ये प्रभु मैं इस तरीके से प्रार्थना कर रहा हूं, मेरी दिल की दुख की बात को मैं अपनी आंसुओं के द्वारा मेरी गिड़गिड़ा के द्वारा मैं प्रभु के सामने रोते हुए दुख से मैं प्रार्थना कर रहा हूं करके बोला। അവളുടെ വ്യസനത്തെ പുരോഹിതനോട് അറിയിച്ചപ്പോൾ പുരോഹിതൻ അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവളെ അയക്കുവാനിടയായി. जब याचक ने उसको बातों को जब समझ गई तो याचक ने उसको बोला, परमेश्वर तुम्हारी विनती सुने और स्वर्ग से उसकी उत्तर दे। ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, നിന്റെ ജീവിതത്തിലെ ഏത് വിഷയമായാലും ആ വിഷയവുമായി നീ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ
ദൈവത്തിന്റെ സന്നിധിയിൽ ആ വിഷയത്തെ സമർപ്പിക്കുമ്പോൾ നിശ്ചയമായും സർവശക്തനായ ദൈവം നിനക്കതിൽ മറുപടി തരുവാനിടയായി തീരും. हालेलुया। मेरे प्रभु की दासों और दासियों और बच्चों विश्वासियों, जब आपकी दुख की बात कुछ भी हो, आप दिल के अंदर रोते हुए प्रभु के सामने गिड़गिड़ाते हुए प्रभु की चरणों में जब आप बैठोगे, आपका कितने भी बड़ी विषय हो, उस विषय को प्रभु देखना स्वर्ग से आपकी गिड़गिड़ाने को वचन के अंदर लिखा है, आपकी आंसुओं को वो कुप्पी में लेता है। हालेलुया। आपको समय पर वो उत्तर देगा। ഇവിടെ പൗലോസ് വീണ്ടും പറയുന്നു, ആ 4-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ ഒരു വിശ്വാസി ലോകത്തിൽ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നു. उसका 4 अध्याय हालेलुया उसका 21वां वाक्य में एक विश्वासी दुनिया में हालेलुया किस तरीके से होना है करके लिखा है। ഇവിടെ വായിക്കുന്നത് എങ്ങനെയാ? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. എത്രാമത്തെ വചനമാ? 4-ാം അധ്യായം 29-ാം വാക്യം. ओके, यहाँ लिखा है उसका 29वां वचन में, कोई गंदी बात तुम्हारी मुंह से ना निकले, पर आवश्यकता के अनुसार वही जो उन्नति के लिए उत्तम हो, ताकि उससे सुनने वाला पर अनुग्रह हो। നമ്മളുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നാം മറ്റൊരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൂടെ കൃപ ലഭിക്കുന്നത് പോലെ നമ്മുടെ വാക്കായിരിക്കണം. हालेलुया। अगर प्रभु आपकी प्रार्थना अगर सुनना हो, आपकी मुंह से निकलने वाला शब्दों को जब दूसरे सुनते हैं, उसको सुनने की वजह से उसको भी आशीष मिले। जब उस तरीके के बातों को जब आपकी मुंह से निकलेगा, आपको प्रभु आशीष देगा। ദൈവമക്കൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അതൊരു ഇടർച്ച ഉണ്ടാകുവാൻ ഇടയാകാതെ അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകുവാൻ വേണ്ടി സംസാരിക്കണം. जब एक प्रभु की बेटा प्रभु की विश्वासी जब बात करते हैं, दूसरे को आशीष मिलने की तरह बात करना है। നാം അവർക്ക് ഇടർച്ച ഉണ്ടാകുന്ന നിലയിൽ സംസാരിച്ചാൽ ദൈവവചനം പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നു. आपके अंदर से गलत बातें जब निकलेगा, आपके अंदर रहने वाला पवित्र आत्मा उससे दुखित हो जाता है। നമ്മുടെ വാക്കിൽ കൂടിയോ പ്രവൃത്തിയിൽ കൂടിയോ ആർക്കും വേദന വരുവാൻ ഇടയായി തീരരുത്. आपकी मुंह की शब्दों के द्वारा किसी एक व्यक्ति को भी दुखित ना होने पाए। കാരണം നാം മറ്റൊരു വ്യക്തിയെ വേദനിപ്പിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവ് വേദനപ്പെടുന്നു. अगर आप किसी एक दूसरे को आपके द्वारा दुखित हुआ तो पवित्र आत्मा आपके वजह से दुखित हो जाता है। എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, एफेसियों का पत्री 1 अध्याय उसका 4 वचन में लिखा है, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവരിൽ തിരഞ്ഞെടുത്തു. उसने हमें जगत की उत्पत्ति से पहले उसमें चुन लिया कि हम उनके निकट प्रेम में पवित्र और निर्दोष हो। അപ്പോൾ ദൈവത്താൽ വിളിച്ചു വാഗ്ദാനിക്കപ്പെട്ട ദൈവമക്കൾ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വചനമായത്. परमेश्वर की पुत्र यीशु मसीह की लहू के द्वारा छुटकारा पाकर सच्चाई और आत्मा में आराधना करने वाला व्यक्ति ये वचन वो बहुत ध्यान से सुने। അവിടെ പറയുന്നു, തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധനായിരിക്കണം. वहां लिखा है, तुम परमेश्वर की चरणों में पवित्र होना है, നിഷ്കളങ്കരായിരിക്കണം. आप निष्कलंक व्यक्ति बनना है। അപ്പൊ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഇതാ, परमेश्वर हमारे बारे में इस तरीके का चाहत रखता है। അപ്പൊ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അതിനെ അറിയാമെങ്കിലും അതിനെ പാലിക്കുന്നില്ല. ये बात हम अपने जीवन में जानते हैं, लेकिन हम पालन नहीं करता। നാം എപ്പോഴും വായിച്ച ആ കുറിവാക്യം നാം വായിച്ചിട്ട് പറയും, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി എന്റെ ദൈവം എനിക്ക് തരും എന്ന് പറയാറുണ്ട്. आप हमेशा बोलते मेरी विनती से मेरी मांग से भी ज्यादा करने वाला मेरा परमेश्वर है करके आप बोल कर चले जाते हैं और बोलते मेरा काम नहीं हुआ, प्रभु का दास के सामने बोलता है। എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, मुझसे सुनने वाला प्रभु की दासों और दासियों भक्तों,
നാം ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയായി തീരും. जब आप प्रभु की वचन का पालन करते हैं तब प्रभु आपको निश्चय आपके निश्चय कार्य करेगा. നാം നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കണം. सबसे पहले आप अपनी सहभागिता करने वाला लोगों को बहुत प्रेम रखना है. ഒരു വചനം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. एक और वचन में पढ़कर समाप्त करना चाहता हूं. 1 കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ അധ്യായം ഇങ്ങനെ വായിക്കുന്നു. पहला कोरिन्थियर 13 अध्याय के अंदर ऐसा पढ़ता है, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. यहाँ लिखा है, यदि मैं मनुष्यों और स्वर्गदूतों की बोलियां बोलूं और प्रेम न रखूं तो मैं टटनाता हुआ पित्तल और जजनाती हुई जांच हो. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതും ഇല്ല. यदि मैं भविष्यवाणी कर सकूं और भेदों और सब प्रकार के ज्ञान को समझूं और मुझे यहाँ तक का पूरा विश्वास हो कि मैं पहाड़ों को हटा दूं, परंतु प्रेम न रखूं तो मैं कुछ भी नहीं. എനിക്കുള്ളതല്ല അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവും ഇല്ല. यदि मैं अपनी संपूर्ण संपत्ति कंगालों को खिला दूं या अपनी देह जलाने के लिए दे दूं और प्रेम न रखूं तो कुछ भी लाभ नहीं. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ആരാധനയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഉപവാസമുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. हमारे जीवन में उपवास है, प्रार्थना है, संगतियां हैं, हर तरीके के आत्मिक बातें हैं, लेकिन एक दूसरे से अगर आप प्रेम नहीं रख पाते हैं तो ये सब व्यर्थ है. പലപ്പോഴും നാം മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്, പക്ഷെ സ്നേഹമില്ല. आप बहुत मदद दूसरे को करता होगा, लेकिन आपके अंदर प्रेम नहीं है तो कुछ भी नहीं है. ഒത്തിരി വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നു, പ്രവചന ശുശ്രൂഷ ചെയ്യുന്നു, രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നു, അങ്ങനെ പല ശുശ്രൂഷകളും കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്നു, പക്ഷെ നമുക്ക് സ്നേഹമില്ല. आपने बहुत भविष्यवाणियां करता है, बहुत सेवकाइयां जो प्रभु की वरदानों के साथ आप करते हैं, दुनिया में बहुत श्रेष्ठ व्यक्ति है आप, लेकिन आपके अंदर अगर प्रभु की प्रेम नहीं है तो कुछ भी नहीं है. പക്ഷെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. प्रभु वहां हमको बोलता है, मैं तुमको नहीं जानता. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം आज रात को എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, आज रात को मुझे सुनने वाला परमेश्वर की लोगों को मैं ये बताना चाहता हूं, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ നാം ദൈവം നമ്മെ വിളിച്ച വിളിയെ തിരിച്ചറിയണം. आपका मांगने से, आपका समझ से अधिक चीज आपको, अधिक बातें आपको जीवन में अगर चाहिए तो परमेश्वर की वचन का भेदों को आपको जानना बहुत जरूरी है. തിരിച്ചറിയുക മാത്രമല്ല, ആ വചനം അനുസരിച്ച് നാം ജീവിക്കണം. सिर्फ जानना समय परखने से नहीं होगा और उस वचन के अनुसार आपको जीना जरूरी है. അവിടെ നമുക്ക് അനുഗ്രഹം ലഭിക്കാനിടയായി തീരും. वहां प्रभु आपको आशीष देता. ഇന്ന് രാത്രികാലം നാം കേൾക്കപ്പെട്ടതായ ഈ തിരുവചനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹവും നന്മയുമായി തീരുമാറാകട്ടെ. आज रात को आपने जो सुना हुआ वचन हर एक व्यक्तियों का जीवन में आशीष का कारण हो और बरकत का कारण हो और आत्मिक उन्नति का कारण हो. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമല്ല. परमेश्वर का वचन का पालन करना कोई भी आसान काम नहीं, मतलब मुश्किल काम नहीं. നമുക്ക് ദൈവത്തിന്റെ വചനം ഈസിയായി അനുസരിക്കുവാൻ കഴിയും. आपको आसानी से प्रभु की वचन को पालन कर सकते हैं. നാം അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയായി തീരും. जब आप वचन को पालन करते हैं, आपका जीवन का हर एक जगह बदलावट आना शुरू हो जाता है. നാം വിട്ടുകളഞ്ഞതിനെ ഒന്നും ഒരിക്കലും തിരിച്ചെടുക്കാതെ വണ്ണം
ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ക്രിസ്തീയ യാത്ര പിന്തുടരുന്നെങ്കിൽ നിശ്ചയമായും നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനിടയായി തീരും. आपने जो प्रभु में आने के टाइम जो भी छोड़े हुए बातें हैं, आप अपना जीवन से उसको दोबारा ना लाने पाए, उसको हालेलुया नए मनुष्य की तरह आप आगे बढ़े, प्रभु आपको आशीष देगा. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. मेरे परमेश्वर का प्रिय लोगों, प्रभु यीशु मसीह की दूसरी आगमन बहुत निकट है. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശു കർത്താവിന്റെ വചനം അനുസരിച്ച് നാം മുന്നോട്ട് ജീവിക്കുകയും ചെയ്യുന്നെങ്കിൽ നിശ്ചയമായും നിത്യതയ്ക്ക് അവകാശിയാകുവാനിടയായി തീരും. आप प्रभु की वचन को पालन करो और वचन के अनुसार आप चलो, आप अनंत काल का जीवन का भागीदारी बनेगा. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ടതായ ഈ തിരുവചനങ്ങളാൽ സർവശക്തനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. आज जो वचन मेरे मुंह से प्रभु ने दिया हुआ वचन के द्वारा ये सुनने वाला हर एक व्यक्ति आशीष पाने पाए. എനിക്ക് ഇന്ന് രാത്രിയിൽ ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനും കുടുംബത്തിനും സഭയ്ക്കും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇരുന്നു കൊള്ളുന്നു. ദൈവേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर को ये वचन बोलने के लिए मुझे अवसर दिया प्रिय कलीसिया को. हालेलुया. प्रभु यीशु मसीह की पवित्र में वंदन करता हूं. मैं बैठना चाहता हूं. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ പാസ്റ്ററെ. ഓക്കേ. സ്വർഗീയ ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഇന്ന് രാത്രികാലം കർത്താവേ, ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചറിയാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഇന്ന് രാത്രികാലം ഞങ്ങൾ കേൾക്കപ്പെട്ടതായ തിരുവചനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അനുഗ്രഹവും നന്മയുമായി മാറട്ടെ. കർത്താവെ, തലമുറയുടെ വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. കർത്താവെ, ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട്. മറ്റു പലവിധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ വചനം ഒരു വിടുതലായി മാറട്ടെ. ഞങ്ങളിത് രാത്രിയിൽ കേൾക്കപ്പെട്ടതായ കർത്താവെ തിരുവചനം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണല്ലോ. അങ്ങനെയെങ്കിൽ എന്റെ കർത്താവെ, നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നതായ അങ്ങയുടെ മക്കളെ സ്വർഗം അറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേശത്ത് കേൾക്കുന്ന ദൈവമക്കളെ ദൈവം അറിയുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും അടിയൻ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കണം. കർത്താവെ, ആ യുപിയുടെ ദേശത്ത് അവരെ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.